ട്രംപും നെതന്യാഹുവും രണ്ടു വഴിക്കോ? അമേരിക്കയുടെ പിന്തുണയില്ലാതെ ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുമോ? നെതന്യാഹു ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതി എന്തുകൊണ്ട് നിരസിച്ചു? ഇനി എന്ത് സംഭവിക്കും? അങ്ങനെ ഇസ്രയേലുമായി ബന്ധപ്പെട്ടും നെതന്യാഹുവിന്റെ നീക്കവുമായി ബന്ധപ്പെട്ടും ഒരുപാട് സംശയങ്ങൾ ഉയരുകയാണ്. ഒക്ടോബറിൽ ഇസ്രയേലിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് നെതന്യാഹുവിനേറെ നിർണായകമാണ്. ഇറാനെതിരെ സ്വന്തം നിലയിൽ വിജയകരമായ സൈനിക നീക്കം നടത്താനായാൽ അത് നെതന്യാഹുവിന് വലിയ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കും. അതിനുള്ള ശ്രമമാണോ നെതന്യാഹു നടത്തുന്നത് എന്നതാണ് സംശയിക്കപ്പെടുന്നത്. പശ്ചിമേഷ്യയിൽ സമഗ്ര കരാറുകൾ ഉണ്ടാക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ വലിയ നേട്ടമായാണ് ട്രംപ് ഉയർത്തിക്കാട്ടുന്നത്. ട്രംപ് തന്റെ ഭരണകാലത്ത് പശ്ചിമേഷ്യയിൽ സമഗ്രമായ കരാറുകൾ ഉണ്ടാക്കാനുള്ള ശ്രമം ഉയർത്തിക്കാട്ടുന്നു. അങ്ങനെ ട്രംപ് മുന്നോട്ട് വെച്ച പ്രധാന പദ്ധതിയാണ് ബോർഡ് ഓഫ് പീസ്. ഇതുൾപ്പെടെ പരസ്യമായി തള്ളിയ നെതന്യാഹുവിന്റെ പ്രഖ്യാപനം ഇസ്രയേൽ നേതൃത്വവും ട്രംപും തമ്മിലുള്ള അകൽച്ച വെളിവാക്കുന്ന ഏറ്റവും വ്യക്തമായ ഭിന്നതകളിൽ ഒന്നുകൂടിയാണ്. ഇറാനിലും പലസ്തീനിലും ട്രംപിനെ തള്ളി ഒറ്റയ്ക്ക് നീക്കുന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നെതന്യാഹു നൽകിയിരിക്കുന്നത്. എന്താണ് ഇസ്രയേലിന്റെ ഇറാനുമായി ബന്ധപ്പെട്ട നീക്കമെന്ന് നോക്കിയാൽ ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്താൻ ഇസ്രയേൽ ഒരുങ്ങുന്നതായാണ് സൂചനകൾ. ഇറാനെതിരെയുള്ള യുദ്ധത്തിന് തങ്ങൾക്ക് അമേരിക്കയുടെ പിന്തുണയോ അനുവാദമോ ആവശ്യമില്ലെന്ന് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനെതിരെയുള്ള യുദ്ധം തടയാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ടെങ്കിലും തങ്ങളുടെ സുരക്ഷയ്ക്കായി ആരുടെയും അനുവാദം ആവശ്യമില്ലെന്ന കർശന നിലപാടാണ് നെതന്യാഹുവിനുള്ളത്. ഇസ്രയേലിന്റെ നിബന്ധനകൾക്കനുസരിച്ച് സംഘർഷത്തിൽ പങ്കുചേരില്ലെന്ന് അമേരിക്കൻ ഭരണകൂടം നേരിട്ട് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും പരോക്ഷ സൂചനകൾ നൽകിയിരുന്നു. സംഘർഷം രൂക്ഷമാകാതെ ചർച്ചകളിലേക്ക് നീങ്ങണമെന്നതാണ് അമേരിക്കയുടെ ആവശ്യം. യുദ്ധം ദീർഘകാലം തുടരുന്നത് ഇറാന്റെ പരാജയത്തിലേക്ക് എത്തിക്കില്ലെന്ന് നയതന്ത്ര വിദഗ്ധർ അഭിപ്രായപ്പെടുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ട്രംപ് ഈ നിലപാടെടുക്കുന്നത്. ഇത് സ്വീകാര്യമല്ല എന്നതാണ് നെതന്യാഹു നൽകുന്ന സൂചന. സൈനികർക്ക് അനുവദിച്ച അവധികൾ റദ്ദാക്കി ജോലിയിൽ പ്രവേശിക്കാൻ ഇസ്രയേൽ നിർദ്ദേശം നൽകിയതായാണ് റിപ്പോർട്ടുകൾ. നേരത്തെ ഫെബ്രുവരി 26-ന് സമാനമായ രീതിയിൽ സൈനികരുടെ അവധി റദ്ദാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് 28-ന് ഇറാനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ ശക്തമായ ആക്രമണം നടത്തിയത്, യുദ്ധം തുടങ്ങിയത്. അതുകൊണ്ട് ഇപ്പോഴത്തെ നടപടി മറ്റൊരു വലിയ സൈനിക നീക്കത്തിന്റെ മുന്നോടിയാണോ എന്ന സംശയമാണ് ബലപ്പെടുന്നത്. ഇറാന്റെ മുന്നറിയിപ്പ്: ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ആക്രമണമുണ്ടായാൽ കടുത്ത രീതിയിൽ പ്രത്യാക്രമണം നടത്തുമെന്നതാണ് ഇറാൻ നൽകുന്ന മുന്നറിയിപ്പ്. ഹൈഫയിലെ റിഫൈനറിയും ടെൽ-അവീവും ലക്ഷ്യം വെക്കുമെന്നാണ് ഇറാന്റെ ഭീഷണി. ഇറാനിൽ ഇതിനിടെ വൻ അഴിച്ചുപണി നീക്കം നടത്തിയ പരമോന്നത നേതാവ് ആയത്തുള്ള മുജ്തബ ഖമനേയി അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ ഭാഗത്തു നിന്ന് ആക്രമണമുണ്ടായാൽ പ്രത്യാക്രമണം കടുപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് സൂചന നൽകുന്നു. ഇറാന്റെ ഉന്നത ദേശീയ സുരക്ഷാ കൌൺസിലിന്റെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മുഹമ്മദ് ബാഗേർ സോൾഖാദറിനെ മാറ്റിയ മുജ്തബ പകരം റവല്യൂഷണറി ഗാർഡിന്റെ മുൻ കമാൻഡർ മൊഹ്സിൻ റസായിയെയാണ് അവിടെ നിയമിച്ചിട്ടുള്ളത്. മാർച്ചിൽ വ്യോമാക്രമണത്തിൽ അലി ലാരിജാനി കൊല്ലപ്പെട്ടപ്പോഴായിരുന്നു സെക്രട്ടറിയായി സോൾഖാദർ എത്തിയത്. സോൾഖാദറിന് തന്റെ രാഷ്ട്രീയ ഉപദേശക സ്ഥാനമാണ് പുതുതായി മുജ്തബ നൽകിയിരിക്കുന്നത്. ഇറാന്റെ ഭരണതലത്തിൽ തീവ്ര നിലപാടുള്ളവർ പിടിമുറുക്കുന്നുവെന്ന സൂചനയാണ് ഈ നിയമനങ്ങൾ നൽകുന്നത്. ഗൾഫ് മേഖലയിലേക്ക് നടക്കുന്ന ആക്രമണത്തെ ന്യായീകരിച്ച് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ രംഗത്തു വന്നതും ശ്രദ്ധേയമാണ്. ഈ രാജ്യങ്ങളിലെ സൈനിക താവളങ്ങളിൽ നിന്നാണ് ഇറാനെ അമേരിക്കൻ സൈന്യം ആക്രമിക്കുന്നത്. അതുകൊണ്ട് തിരിച്ചടിക്കാൻ ഇറാൻ അവകാശമുണ്ടെന്ന് പെഷസ്കിയാൻ പറഞ്ഞു. നെതന്യാഹു ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതി എന്തുകൊണ്ട് നിരസിച്ചു? ഇനി എന്ത് സംഭവിക്കും? ട്രംപ് മുന്നോട്ട് വെച്ച 15 പോയിന്റുള്ള ഗാസ സമാധാന പദ്ധതി നിരസിച്ചുകൊണ്ട് നെതന്യാഹു പറഞ്ഞത് ഹമാസ് പൂർണ്ണമായും നിരായുധീകരിക്കപ്പെടുന്നതുവരെ ഇസ്രയേൽ സൈന്യത്തെ പിൻവലിക്കില്ല എന്നാണ്. ഹമാസ് പൂർണ്ണമായും നിരായുധീകരിക്കപ്പെടുന്നതുവരെ ഗാസയിലെ ഒരു ഭാഗത്തു നിന്ന് പോലും ഇസ്രയേൽ പ്രതിരോധ സേന പിൻവാങ്ങില്ല എന്ന് നെതന്യാഹു അടിവരയിട്ടു. ട്രംപ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ചരിത്രപരമായ മുന്നേറ്റമായി വിശേഷിപ്പിച്ച പദ്ധതിയിലെ പ്രധാന വ്യവസ്ഥകൾ നെതന്യാഹു തള്ളിയതോടെ നയതന്ത്രപരമായ ഒത്തുതീർപ്പിനേക്കാൾ സൈനിക വിജയത്തിനാണ് ഇസ്രയേൽ മുൻഗണന നൽകുന്നതെന്ന സന്ദേശമാണ് പുറത്തുവന്നത്. യുദ്ധാനന്തര ക്രമീകരണങ്ങളെക്കുറിച്ച് ഇസ്രയേൽ ഉദ്യോഗസ്ഥർ അമേരിക്കൻ ചർച്ചാ സംഘവുമായി തുടർച്ചയായി ആശയവിനിമയം നടത്തുന്നുണ്ടെന്ന് നെതന്യാഹു സമ്മതിച്ചു. എന്നാൽ തങ്ങളുടെ പ്രധാന സൈനിക നിബന്ധനകളിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ട ബാധ്യത ഇസ്രയേലിനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സമാധാന പദ്ധതി നിരസിക്കുന്നതിനൊപ്പം പലസ്തീൻ രാഷ്ട്രത്തെക്കുറിച്ചുള്ള തന്റെ എതിർപ്പും നെതന്യാഹു വീണ്ടും വ്യക്തമാക്കി. താൻ പ്രധാനമന്ത്രിയായിരിക്കുന്നിടത്തോളം കാലം ഗാസയിലോ വെസ്റ്റ് ബാങ്കിലോ പലസ്തീൻ രാഷ്ട്രം ഉണ്ടാകില്ല എന്നതാണ് നെതന്യാഹു പ്രഖ്യാപിച്ചത്.
കഴിഞ്ഞ ജൂലൈയിലാണ് ട്രംപിന്റെ നിയന്ത്രണത്തിലുള്ള ബോർഡ് ഓഫ് പീസ് 15 ഗാസ സമാധാന പദ്ധതി നിർദ്ദേശിച്ചത്. ഹമാസ് ആയുധങ്ങൾ ഉപേക്ഷിക്കുന്നതിന് പകരമായി ഗസയിൽ നിന്ന് ഇസ്രയേൽ സേന പൂർണ്ണമായും പിന്മാറണമെന്നും ഭരണം സ്വതന്ത്രമായ പലസ്തീൻ നാഷണൽ കമ്മിറ്റിക്ക് കൈമാറണമെന്നുമായിരുന്നു ഈ പദ്ധതിയുടെ പ്രധാന ഉള്ളടക്കം. കരാർ ഘട്ടങ്ങളായി നടപ്പിലാക്കുമെന്നായിരുന്നു ട്രംപിന്റെ നിലപാട്. എന്നാൽ പദ്ധതി നടപ്പിലാക്കുന്നതിന് മുൻപ് തന്നെ ഹമാസ് പൂർണ്ണമായും ആയുധം വെച്ച് കീഴടങ്ങണമെന്ന നിബന്ധനയിലാണ് ഇപ്പോൾ ഇസ്രയേൽ ഉള്ളത്. ട്രംപിന്റെ ബോർഡ് ഓഫ് പീസ് പ്രതിനിധികൾ ഈ സമാധാന പദ്ധതിയെ ന്യായീകരിച്ച് രംഗത്ത് വരുന്നുണ്ട്. പദ്ധതി മാത്രമാണ് നിലവിലെ ഏക പോംവഴിയെന്ന് ബോർഡ് ഓഫ് പീസിന്റെ ഗാസയിലെ ഉന്നത പ്രതിനിധിയായ നിക്കോളായ് മ്ലഡനോവ് ഇസ്രായേലി ടെലിവിഷനോട് പറഞ്ഞു. ഇത്തരമൊരു ദുരന്തം ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ ഈ നിർദ്ദേശം അംഗീകരിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇസ്രായേലിന്റെ കരാർ ലംഘനങ്ങൾക്കെതിരെ നേരത്തെ തന്നെ അറബ് രാഷ്ട്രങ്ങൾ രംഗത്ത് വന്നിരുന്നു. സൗദി അറേബ്യ, UAE, ഖത്തർ, ഈജിപ്ത്, ജോർദാൻ, തുർക്കി, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ എന്നീ 8 പ്രധാന മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാർ സംയുക്ത പ്രസ്താവനയും പുറത്തിറക്കിയിട്ടുണ്ട്. 15 പദ്ധതി ഉപേക്ഷിക്കുന്നത് സമാധാന നീക്കങ്ങളെ പൂർണ്ണമായും തകർക്കുമെന്നും പ്രശ്നം കൂടുതൽ രൂക്ഷമാക്കുമെന്നും പശ്ചിമേഷ്യയിൽ നിയന്ത്രിക്കാനാകാത്ത സംഘർഷത്തിന് വഴിയൊരുക്കുമെന്നും സംയുക്ത പ്രസ്താവന മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഈ സമ്മർദ്ദങ്ങളൊക്കെ കാറ്റിൽ പറത്തിയാണ് നെതന്യാഹു ഇപ്പോൾ സ്വന്തം നിലയിൽ നീങ്ങുന്നത്. നെതന്യാഹുവിന്റെ തീരുമാനത്തിന് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഈ വർഷം ഒക്ടോബറിൽ ദേശീയ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കടുത്ത നിലപാടുള്ള സഖ്യകക്ഷികളിൽ നിന്നും വിഭജിക്കപ്പെട്ട വോട്ടർമാരിൽ നിന്നും നെതന്യാഹുവിന് ശക്തമായ സമ്മർദ്ദമുണ്ട്. സമീപകാലത്ത് തീവ്ര വലതുപക്ഷ സഖ്യ നേതാക്കളായ ധനമന്ത്രി ബസലേൽ സ്ട്രോമിച്ച്, ദേശീയ സുരക്ഷാ മന്ത്രി ഇതാമർ ബെൻഗർ എന്നിവർ പ്രാദേശിക പിൻവാങ്ങലോ പലസ്തീൻ ഭരണവുമായി ബന്ധപ്പെട്ട ഇളവുകളോ ഉൾപ്പെടുന്ന ഏതെങ്കിലും കരാർ അംഗീകരിച്ചാൽ സർക്കാർ സഖ്യം തകർക്കുമെന്ന് തുറന്നു പറഞ്ഞിരുന്നു. സ്മോട്രിച്ച് പുറത്തിറക്കിയ വീഡിയോ സന്ദേശത്തിലും ഇതേ കടുത്ത നിലപാട് ആവർത്തിച്ചു. ഗാസയിൽ ഹമാസ് ഉണ്ടാകരുത്, അതാണ് യുദ്ധത്തിന്റെ ലക്ഷ്യം. ഹമാസ് നിരായുധീകരിക്കപ്പെടുന്നതിന് മുൻപ് IDF ഗാസയിൽ നിന്ന് 1 മില്ലിമീറ്റർ പോലും പിൻവാങ്ങാൻ പാടില്ല എന്ന് സ്മോട്രിച്ച് പറയുന്നു. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം സഖ്യ സർക്കാരിന്റെ ഐക്യം നിലനിർത്തുന്നത് രാഷ്ട്രീയമായി വളരെ നിർണായകമാണ്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്ന സാഹചര്യത്തിൽ. ഇസ്രയേലിലെ പൊതുജനാഭിപ്രായ സർവേകൾ സമ്മിശ്ര നിലപാടാണ് കാണിക്കുന്നത്. ശേഷിക്കുന്ന സുരക്ഷാ ഉറപ്പുകൾ ഉറപ്പാക്കാൻ അന്തിമ പരിഹാരം വേണമെന്ന് ഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഹമാസിനെ നിരായുധീകരിക്കുന്നതിൽ അന്താരാഷ്ട്ര സേനയെയോ പലസ്തീൻ സാങ്കേതിക വിദഗ്ധരുടെ ഭരണ സംവിധാനത്തെയോ ആശ്രയിക്കാമെന്ന കാര്യത്തിൽ രാഷ്ട്രീയ സ്പെക്ട്രത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംശയമുണ്ട്. വാഷിംഗ്ടണിലെ സമ്മർദ്ദത്തിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്നതിലൂടെ നെതന്യാഹു തന്റെ വലതുപക്ഷ പിന്തുണ ഉറപ്പാക്കാനും വിദേശ നയതന്ത്ര സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ ദേശീയ സുരക്ഷയുടെ ശക്തനായ സംരക്ഷകനായി സ്വയം അവതരിപ്പിക്കാനുമാണ് ശ്രമിക്കുന്നത്. എന്നാൽ പ്രതിപക്ഷ നേതാക്കൾ ഇസ്രായേലിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ അമേരിക്കയുമായുള്ള തന്ത്രപരമായ ഏകോപനത്തെക്കാൾ സ്വന്തം രാഷ്ട്രീയ നിലനിൽപ്പിനാണ് നെതന്യാഹു മുൻഗണന നൽകുന്നതെന്ന് ആരോപിക്കുന്നുണ്ട്. ഇറാനിൽ എന്തായാലും താൽക്കാലികമായി ആക്രമണം നിർത്തി സാമ്പത്തിക യുദ്ധം മുറുക്കി വറുതിയിലാക്കാനുള്ള ട്രംപിന്റെ ശ്രമത്തിനും ഗാസ സമാധാന പദ്ധതിക്കും വെല്ലുവിളിയാണ് നെതന്യാഹുവിന്റെ നീക്കം. നെതന്യാഹുവിന്റെ നീക്കങ്ങൾ പശ്ചിമേഷ്യയെ കൂടുതൽ അപകടകരമായ ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ട്രംപ് ഇടപെടുമോ? ഇരു രാജ്യങ്ങളിലും നിർണായക തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും താൽപര്യങ്ങളുടെ പരസ്യ ഏറ്റുമുട്ടലാണോ ഇനി ലോകം കാണാൻ പോകുന്നത് എന്നതാണ് സംശയം. ഇപ്പോൾ TG മോഹൻദാസിന് ജാമ്യം ലഭിച്ചതിന് ശേഷം പുറത്തു വന്നിരിക്കുകയാണ്. ഇപ്പോൾ അഭിഭാഷകൻ മാധ്യമങ്ങളെ കാണുന്നു. സെർവ് ചെയ്യാതെ അയാളെ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്തുകൊണ്ട് വരികയായിരുന്നു. അതും ഇപ്പോൾ 79 പോലുള്ള ഒഫൻസുകൾ ഇട്ടിട്ടും പരാതിക്കാരനായിട്ടുള്ളതൊരു ആണാണ്. സ്ത്രീകളെ അധിക്ഷേപിച്ചു എന്നാണ് കേസ്. ഒരു സ്ത്രീ പോലും പരാതിയായിട്ട് വന്നിട്ടില്ല. റിമാൻഡ് റിപ്പോർട്ടിലും മറ്റൊരു രേഖയിലും ഒരിടത്തും വേറെ പരാതികളുണ്ട് എന്നുള്ള കാര്യം പറയുന്നില്ല. അത് വാക്കാൽ പറഞ്ഞാൽ പോലും ഒരു രേഖകളിലും മറ്റു പരാതികളെക്കുറിച്ച് പറയുന്നില്ല. അബ്ദുള്ള ഹാഷിം എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ പരാതിയിൽ മാത്രം എടുത്തിട്ടുള്ള FIR ആയിരുന്നു ഇത്. നോട്ടീസ് കൊടുത്തിരുന്നില്ല. അതുപോലെ തന്നെ ഇതിന്റെ മാക്സിമം പണിഷ്മെന്റ് 5 വർഷത്തിനകത്തേ ഉള്ളൂ. അതുകൊണ്ട് കോടതിക്ക് ജാമ്യം കൊടുക്കാനുള്ള ഒഫൻസ് തന്നെയാണ്. ആ കാര്യങ്ങൾ പരിഗണിക്കാൻ കോടതിക്ക് ജാമ്യം കൊടുത്തിട്ടുള്ളത്. കസ്റ്റഡിയിൽ ഇൻട്രോഗേഷൻ തന്നെയാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. അവർക്ക് കസ്റ്റഡി ആവശ്യമുണ്ടായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അവർക്ക് ഈ ചാനൽ പത്രിക എന്ന മറ്റു പേരുള്ള ആ ചാനലിന്റെ ഓണർ ആരാണെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ അവർക്ക് ബാക്കി യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് അവർക്ക് കസ്റ്റഡി വേണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. പക്ഷേ കോടതി അത് പരിഗണിച്ചില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ ഇദ്ദേഹത്തിന്റെ ക്യാമറ, മൈക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സീസ് ചെയ്തിരുന്നു. പിന്നെ ഈ പറയുന്ന കണ്ടന്റ് 2 വീഡിയോയിലും ഈ ഒഫൻസ് അട്രാക്ട് ചെയ്യുന്ന തരത്തിൽ ഒന്നുമില്ല. വീഡിയോയുടെ മുഴുവൻ ട്രാൻസ്ക്രിപ്റ്റും കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രതിഭാഗം. അത് കോടതി പരിഗണിച്ചിരുന്നു. അതിൽ ഒഫൻസ് അട്രാക്ട് ചെയ്യുന്ന തരത്തിലൊന്നും വന്നിട്ടില്ല. പരാതിക്കാരന് രാഷ്ട്രീയ പശ്ചാത്തലം ഉള്ളതായിട്ടാണ് ഇപ്പോൾ കിട്ടുന്ന അറിവ്. നാളെയും മറ്റന്നാളും അടുത്ത ദിവസവും ഇന്ററോഗേഷന് വേണ്ടിയിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നേ ഹാജരാവണം, രാവിലെ മുതൽ വൈകുന്നേരം വരെ. അത് കഴിഞ്ഞാൽ എല്ലാ തിങ്കളാഴ്ചകളിലും ഒപ്പിടണം. സമാനമായ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കരുത്, സമാനമായ ഇഷ്യൂസ് ഉണ്ടാക്കരുത്.
എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള കണ്ടീഷൻസ്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു തരത്തിൽ ഡിഫൻസും പറഞ്ഞിട്ടില്ല, പ്രതിഭാഗം അങ്ങനെ ഒരു പറഞ്ഞിട്ടില്ല. പറഞ്ഞ കാര്യങ്ങൾ പ്രതിഭാഗം ഉറച്ചു തന്നെയാണ് നിന്നത്. ടി ജി മോഹൻദാസിന് ഉപാധികളോടെ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ടി ജി മോഹൻദാസിന്റെ അഭിഭാഷകൻ മാധ്യമങ്ങളെ കാണുന്നതാണ് കണ്ടത്. നമ്മുടെ സമയം അവസാനിക്കുന്നു. നേരം വൈകുന്നേരം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.